الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور. തൂർ പർവ്വതവും നിവർത്തി വച്ച നേർത്ത തുകൽ പാടിയിൽ ഉല്ലേഖിതമായ ഗ്രന്ഥവും പരിപാലിക്കപ്പെടുന്ന ഭവനവും ഉയർത്തപ്പെട്ട മേൽപ്പുരയും നിറസമുദ്രവും സാക്ഷി. തൂർ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് സീനാപർവ്വതമാണ്. തുറന്നു വെക്കപ്പെട്ട ഗ്രന്ഥം തൗറാത്താണെന്നും ഖുർആനാണെന്നും വിവിധ അഭിപ്രായങ്ങളുണ്ട്. പരിപാലിക്കപ്പെടുന്ന ഭവനം വിശുദ്ധ കഅബാലയമാണെന്നും അതല്ല 7-ാം ആകാശത്തിലുള്ള പള്ളിയാണെന്നും അഭിപ്രായമുണ്ട്. ഉയർത്തപ്പെട്ട മേൽപ്പുറ ആകാശമാണ്. നിശ്ചയം താങ്കളുടെ റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ പ്രതിരോധിക്കുന്ന ഒരാളുമില്ല. ആകാശം ശക്തമായി പ്രകമ്പനം കൊള്ളുകയും പർവ്വതങ്ങൾ പറന്ന് നടക്കുകയും ചെയ്യുന്ന ദിവസമാണത് സംഭവിക്കുക. സത്യത്തെ തള്ളി പറയുന്നവർക്കാണ് പ്രസ്തുത ദിവസത്തെ മഹാനാശം. അനർത്ഥങ്ങളിൽ മുഴുകി വിനോദിക്കുന്നവരാണവർ. അതായത് അവരെ നരകത്തിലേക്ക് ക്രൂരമായി വലിച്ചേക്കപ്പെടുന്ന ദിവസം. നിങ്ങൾ തള്ളിപ്പറഞ്ഞതുകൊണ്ടിരുന്ന നരകമാണിതെന്ന് അവരോടപ്പോൾ പറയപ്പെടും. അപ്പോൾ ഇതൊരു ആഭിചാരമാണോ, അതോ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? നിങ്ങളിതിൽ പ്രവേശിക്കുക, എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് രണ്ടും തുല്യമാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അനുസരിച്ചുള്ള പ്രതിഫലമാണിത്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക. നിശ്ചയം ഭക്തിയുള്ളവർ സ്വർഗീയോദ്യാനങ്ങളിലും സുഖാനുഭൂതിയിലുമാണ്. അവരുടെ റബ്ബ് അവർക്ക് നൽകിയതിൽ അവർ ഉല്ലസിക്കുന്നവരായിരിക്കും. അവരുടെ റബ്ബ് അവരെ നരകശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ആഹ്ലാദപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ പകരമായിട്ടാണിത്. നിരത്തിയിട്ട കട്ടിലുകളിൽ ചാരിയിരുന്ന് അവർ ഉല്ലസിക്കും. അഴകാർന്ന വിശാല നയനങ്ങളുള്ള തരുണികളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.